ഇത് ലാസ്റ്റില് നമ്മള് വാറിലല്ല. മോനെ എന്നെ ഗറാജിൽ വരെ ഒന്നാക്കൂടാ, കഷ്ടമുണ്ട്. ഞാൻ ഇതുവരെ നിന്നെ ഉപദ്രവിച്ചതിലൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വാ ഗറാജിൽ പോ. ഈ അപ്പാപ്പനുണ്ടല്ലോ, പാക്കറ്റ് ലോസ് ഉള്ള ഒരു കുതിരയെ തന്നെ പറ്റിച്ചതാണ്. 2.20 കോടിക്ക് പാക്കറ്റ് ലോസ് ഉള്ള കുതിര. ഇത് ഓടൊന്നും ഇല്ലടാ. ഇത് കണ്ട പാക്കറ്റ് ലോസ് ആണ് ഇതിന്. ഈ കുതിരക്ക് പാക്കറ്റ് ലോസാ. ചവിട്ടി തരുവേ. എന്തിന് കുതിരക്ക് മതം ഇളകിയ? ഇതിന് എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റാത്തടാ. പെറ്റ് മെനു, ഹെൽത്ത് ഫുള്ള്, ഹങ്കർ, ഫീഡ്, യു ഡോണ്ട് ഹാവ് പെറ്റ് ഫുഡ്. ചേട്ടാ വണ്ടി നിർത്തുവോ? പീടിയും വന്ന് ചോട്ടിയോ? ഹലോ സുഹൃത്തെ, കേക്കാവോ സുഹൃത്തെ? എന്നെ ഒരു ഗറാജ് വരെ വിടുവോ? പിന്നെന്താ? ഓക്കെ. പേരെന്താ? സ്പാരോ. ഓക്കെ. തത്തക്കുട്ടൻ. ഓക്കെ, നല്ല പേര്. എന്റെ പേര് ഒരു പക്ഷിയുടെയാ. എന്തുവാ? പരുന്ത്. പരുന്ത്. കൊള്ളാം പരുന്ത്. വാലോ തലവല്ലോട്ടും പരുന്ത്. പരുന്ത് വാസു. അടിപൊളി. ഇവിടെ ഫാമിലി ആണോ അതോ? അല്ലല്ല, ചുമ്മാ ടാക്സി ഒക്കെ ഓടിച്ച് നടക്കുന്നു. ഓക്കെ. അപ്പൊ വളരെ നന്ദിയുണ്ട്. ടാക്സി ചാർജ് വല്ലതും തരണോ? തന്നാൽ സന്തോഷം. ഒരു സെക്കൻഡ് തരാം. ഇതെങ്ങനെയാ ടൈപ്പ് ചെയ്യുന്നേ? ഇത് മൊത്തത്തിൽ ക്യൂ ആയി പോവോ? ദൈവം പറഞ്ഞ് ജോലി ഒന്നും ചെയ്യില്ല. അപ്പൊ ചുമ്മാ കറങ്ങി നടക്കുമായിരുന്നു. വണ്ടി എന്തായാലും പോയി. എത്ര രൂപയാണ് ഇവിടെ ടാക്സി ഫീ? എന്താ പറയാ, കേട്ടില്ല. എത്ര രൂപയാണ് ടാക്സി? ഇത് 50,000 രൂപയുടെ ടാക്സിയാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ വണ്ടി ഒരു 1/2 കിലോമീറ്റർ വിട്ടാൽ 50,000 രൂപ. 50,000 രൂപയുടെ ടാക്സിയാണ് ഇത്. 50,000 രൂപയുടെ ടാക്സി ആണല്ലേ? റെന്റല്ലേ. കിട്ടിയോ? നോക്കിയേ, കിട്ടിയോ? ഇല്ലല്ല, ഒന്നും കിട്ടിയില്ലേ? ഇറങ്ങി നിക്കണോ? ഒന്ന് ഇറങ്ങിക്കോ. പിന്നെന്താ, ഇറങ്ങി നിക്കോ. എന്താ പരിപാടി? പരിപാടി എങ്ങനെയൊന്നുമില്ല. കിട്ടിയില്ലേ? കിട്ടി. 10,000 രൂപ വണ്ടിയുടെ 5-1. ഭയങ്കര കൂടുതല, എന്തായാലും കുഴപ്പമില്ല. വണ്ടിയുടെ 5-1. അതെ ഭയങ്കര കൂടുതലാണ്. കുഴപ്പമില്ല. നന്ദിയുണ്ട്. എന്താ പരിപാടി? എന്താ? എനിക്കിവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തിന്റെ സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഒന്ന് പോയി എല്ലാം ഒപ്പിട്ട് മേടിക്കണം. അതിനുവേണ്ടി പോവാം. ഓക്കെ. ശരി. യൂണിറ്റ് 10, 100,000, 10,000 lakh. ഇത് എക്സലാൻഡിസ് V3 അല്ല, എക്സലാൻഡിസ് ഊംബിയർ. 5 ലക്ഷം അവിടുന്ന് ഇവിടെ വരെ ഒന്ന് വണ്ടി ട്രാൻസ്ഫർ ആക്കാൻ. അപ്പോ ബ്രാവോ നമ്മളടുത്തൊക്കെ പറയണെന്ന് വെച്ചാൽ, ഇനിയിപ്പോ ഇവിടെ ജിമ്മ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുക. ഒരു ചായ കുടിക്കണമെങ്കിൽ 1 കോടി രൂപ. മനസ്സിലായോ? ഇനി എങ്ങനെ ജീവിക്കണം? ഈ സിറ്റിയിൽ തന്നെ ജീവിക്കണം നമ്മള്. സെർവർ ഡിഗ്രേഡ് എന്ന് പറഞ്ഞ നാളെ എനിക്ക് ബാൻ, ഒരു സംശയവും ഇല്ല. ജിമ്മില്ല, ജിം സെറ്റപ്പ് മാറ്റിയോ? നാളെ എനിക്ക് പെർമനന്റ് ബാൻ ആണെങ്കിൽ ഇതാണ് കാര്യം കേട്ടാ. എനിക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണേ. പിന്നെ 5 ലക്ഷം. ഹലോ സുഹൃത്തെ. ഹലോ സുഹൃത്തെ, ഞാൻ ജസ്റ്റ് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ്. അതായത് ഒരു ഗറാജിൽ നിന്ന് ഇപ്പുറത്തെ ഗറാജിലോട്ട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ
5 ലക്ഷം രൂപ എന്ന് പറയുമ്പോ ഇച്ചിരി കൂടുതലല്ലേ? വേണമെങ്കിൽ സമരം വിളിക്കാം. കൂടുതലല്ലേ? കൂടുതലാണ്. പിന്നെ ചേട്ടാ എല്ലാ സിറ്റിയിലും എല്ലാ അഭിപ്രായം. ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ പറ ബ്രോ. ഇവിടെ സത്യം പറഞ്ഞ ഒരു ജോബിന് കിട്ടുന്ന എത്രയെന്നറിയോ? ഇവിടെ മാക്സിമം പണിയെടുത്ത കിട്ടുന്ന എത്രയെന്നറിയോ? വലിയ എമൗണ്ട് ഇല്ല, പട്ടിയ കണക്കിരുന്ന് പണിയെടുക്കണം. ഞാനങ്ങനെ പഠിക്കുവാത്തോടെ എനിക്ക് അതിനെ പറ്റി വലിയ ധാരണയില്ല. എന്നാലും നമുക്കൊരു പണി ചെയ്താലാ? പണി ചെയ്താ അപ്പൊ മനസ്സിലാവൂല എത്ര കിട്ടുന്നതുള്ളൂ. ഒരു പണി ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പണി ചെയ്താൽ നല്ലതായിരിക്കും. എന്തൊക്കെ പണി ഇവിടെ ഉള്ളത്? ഇവിടെ ടോട്ടലി ഞാൻ ചെയ്തിട്ടുള്ളത് 5 പണിയുണ്ട്. ഇവിടെ പോസ്റ്റലുണ്ട്, ടാക്സി ഉണ്ട്, മറ്റേ ട്രാഷ് വേസ്റ്റ് ഇതിനകത്ത് ഏതിനകത്താണ് ഒരു കുറച്ചെങ്കിലും പൈസ കിട്ടുന്നത്? അയ്യോ അങ്ങനെ ഇല്ല, സത്യം പറഞ്ഞ അങ്ങനെയില്ല. എല്ലാത്തിലും സെയിമാ, പക്ഷെ ലെവല് കൂടണം. ലെവല് കൂടുമ്പോൾ നമുക്ക് പൈസ കൂടും. ലെവല് കൂടണമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 30 ദിവസത്തിൽ ഒരു 29 ദിവസം ഇതിനകത്ത് ജീവിക്കണം. ജീവിക്കണം എന്നാ ലെവല് കൂടും. അങ്ങനെയാണെങ്കിൽ ലെവല് കൂടും, അല്ലെങ്കിൽ ലെവല് കൂടും. നല്ല സെറ്റപ്പുകളൊക്കെയാണ്. അപ്പൊ പക്ഷെ കഴിഞ്ഞേരി ഇങ്ങോട്ട് വന്നോണ്ട് എത്തി കൊള്ളാം, അത്ര പൈസ ഉള്ളോണ്ടേ. നമുക്ക് സമരം ചെയ്ത് ഇതുപോലെ എല്ലാം കുറപ്പിച്ചിട്ടുള്ളതാ. വേണമെങ്കിൽ നമുക്ക് സമരം ചെയ്ത് ഈ ട്രാൻസ്ഫർ ഇതൊക്കെ കുറപ്പിച്ചാലോ പൈസ. സത്യം ഒരു സമരം വിളിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. സമരം വിളിച്ചാലേ പിന്നെ ഞാൻ കൂടെ വേണമെങ്കിൽ പീഡിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ വരാന്നും പറയുമല്ലോ. അങ്ങനെയല്ല, മറ്റേ ഇല്ല, കാരണം നമ്മൾക്ക് ജീവിക്കണ്ടേ ഇവിടെ, നമ്മളിവിടെ ജീവിക്കണ്ടേ, നമ്മളിവിടെ ജീവിക്കല്ലേ. ഞാൻ ഇവിടെ കോട്ട് സൂട്ടിട്ട് ഇത് ബിസിനസ് മാനാണ്, പക്ഷെ ഇവിടെ ആവുന്നില്ല. പൈസ എടുത്തിട്ടുണ്ട്. ഞാൻ കോട്ട് സൂട്ട് നടന്നതാ. ഇപ്പൊ 5 വയസ്സില്ലാത്തോണ്ട് ഇങ്ങനെ പഴയ. പേരെന്താ? എന്റെ പേര് പരിന്തു വാസു. പരിന്തു. ഞാൻ സണ്ണിക്കുട്ടൻ. നൈസ് ടു മീറ്റ് യു. നിങ്ങളൊക്കെ ഇവിടെ ഏതെങ്കിലും കുടുംബത്തിലുള്ള ആൾക്കാരാണോ അതോ? ഇല്ല, ഞാൻ ക്ലബിലുള്ള, ഞാൻ ബിസിനസ് മാനാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് നമ്മളതാണ്. സൂപ്പർ മാർക്കറ്റ്. ഓ, അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് ഒന്നും മേടിക്കണ്ട, എനിക്ക് അതും ചിലവാണ്. ഓ, നിങ്ങൾ വന്നാ മതി. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പെഷ്യൽ കൗണ്ടർ ബുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പക്ഷെ തുറന്നില്ല. തുറക്കട്ടെ. സൂപ്പർ മാർക്കറ്റ് തുറന്നില്ല? ഇല്ല, അതും തുറന്നിട്ടില്ല. തുറക്കണ്ടേ, തുറന്നു തരണ്ടേ അവര്. ബാക്കി രണ്ടുപേരും അപ്പൊ നീ എങ്ങനെ കണ്ണു കാണും? ഹലോ, നിനക്ക് കണ്ണു കാണണ്ടേ? ഹലോ, എന്താ അറിയില്ലേ നിങ്ങൾക്ക്? ഇല്ല. ഹലോ, ഈ ശബ്ദം ഞാൻ ഇവിടെ കേട്ടോടാ, ഒന്നുകൂടെ സംസാരിച്ചേ. ഹലോ ഹലോ, എനിക്ക് കേട്ട മാറി ഇருக்கு ഈ സൗണ്ട്. നീ ഇത്ര നേരം മലയാളം അല്ലേ പറഞ്ഞേ? മലയാളമാണോ പറഞ്ഞത്? മലയാളം തന്നെ, വേറെ വേഷമൊന്നുമില്ല. ഇവ തമിഴ് പറഞ്ഞു. അത് തമിഴ്, ഇത് തമിഴ്, അത് തമിഴ്. നീ ഗോസ്മർ അല്ലടാ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് അങ്ങനെ പറയാൻ? അത് കണ്ടിട്ട് എന്നാ പിന്നെ വിട്ടാ തെറ്റിപ്പോയതാ. എനിക്ക് ഇങ്ങനെ ഒരു പയ്യന്റെ അറിയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. എന്റെ വണ്ടി അടിച്ചു ഈ സിറ്റിയിൽ ഒറ്റ ഏറെ ഉള്ളത് ഈ സിറ്റിയിൽ ഒറ്റ ഏറെ ഉള്ളത് അത് എന്റെയിലാണ്. നിന്റെ ശബ്ദം പുറത്തു വന്നേ. കൊള്ളാം. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല. എന്റെ നമ്മളെ ഇവിടെ തോക്കില്ല. മച്ചാനെ പീടി ഒന്നും നമ്മളെ കൊണ്ടുപോയില്ല മച്ചാനെ. ഭരത്ചന്ദ്ര സാറിനെ ഞാൻ വിളിച്ചു തരട്ടെ? ഭരത്ചന്ദ്രനായിട്ട് കോണ്ടാക്ട്. ഇവിടെ വന്ന് പീടി പോയിട്ട് നമ്മളെ ഒരാൾ പോലും കൊണ്ടുപോയില്ല. ദൈവമേ, ഇവര് പോലീസ് ഒന്നും വിളിക്കില്ലേ? ഇവിടെ ഏതെങ്കിലും പീടി വരുമോ എനിക്കൊന്നും അറിയണമല്ലോ. ഇവിടെ വന്ന് നമ്മളെ ഈ തോക്ക് മേടിച്ചോണ്ട് പോവാൻ. ഞങ്ങൾ ഐജിസായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അല്ലല്ല, ഞാൻ പെട്ടെന്ന് ചോദിച്ചാണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സമരം വെക്കാം ഉടനെ. പിന്നെ വേണം, എനിക്ക് അത്യാവശ്യമാണ്. സമരം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. എപ്പോഴെങ്കിലും പരിന്തു വാസു സമരത്തിന് വിളിക്കുമെന്ന് കണ്ടാ വരണം കേട്ടോ എല്ലാരും. നമ്മളെല്ലാരും അവിടെ പീഡിന് മുമ്പിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കും, സല്യൂട്ടും കൊടുത്ത്. അല്ല, സല്യൂട്ട് അല്ല, മുദ്രാവാക്യം. മുദ്ര അത് തന്നെ, മുദ്രാവാക്യം. നമ്മളവിടെ മുമ്പ് ചെയ്യും.
ഇവിടെ ഇവിടെ എടാ, വണ്ടി നീ എടുക്കുന്നതിന് 5 ലക്ഷം. ഗോസ്പറല്ലടാ. എനിക്ക് അപ്പഴും പിടി കിട്ടി. കണ്ടല്ലേ നീ മുഖത്തിന് തുണിയിട്ട് ചട്ടിയിലെ ഗോസ്പറല്ലേ? ഞാൻ വിചാരിച്ചോ മനസ്സിലാവില്ല അത്. പിന്നെ നിന്റെ ശബ്ദം കേട്ട പിടിക്കൂല നിന്റെ. ഓ ഇടിച്ച ഈശ്വരാ. നമ്മുടെ റേഡിയോ എന്തുകൊണ്ടാ സമരമൊക്കെ ആയിട്ട് ഇവിടെ നിങ്ങൾ പരിപാടി? നമ്മളെ പരിപാടി എന്താ, നമ്മളിങ്ങനെ വന്നപ്പോ കണ്ടു, അപ്പം സമരം വിളിക്കണോന്ന് പറഞ്ഞു ഇയാൾ. എന്തിട്ട് സമരം? എടാ, ഇവിടെ നീ വണ്ടി ഇതൊന്ന് എടുക്കുന്നതിന് ചെലവല്ലേ? നീ ഒന്ന് ആലോചിച്ചേ, ഒരു ഗറാജിൽ നിന്ന് ഒരു വണ്ടി വേറൊരു ഗറാജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ 5 ലക്ഷം. സത്യം ഇത് 5 വണ്ടി ലക്ഷം എടുക്കണമെങ്കിൽ 5 ലക്ഷം തന്നെയല്ലേ ഇത്? 5 ലക്ഷം ഓരോ ടോളില് കയറുമ്പോ 15,000 രൂപ വെച്ചിട്ടേ. അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് മതി, ഞാൻ 5000, ചോദ്യം ചെയ്യാൻ പോയപ്പോ 5000. എന്നോട് ഉപയോഗിക്കുന്നത്. ടോള് മാറി, ടോള് 5000 ആക്കി. എടാ, ഒരാളായിട്ട് പോയാൽ ഇതേ പറയുള്ളൂ. നമ്മൾ കൊറേ പേരായിട്ട് പോണം. എടാ, ഞാനിപ്പോ വരാവേ. നമ്മൾ കൊറേ പേരായിട്ട് പോയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ, മനസ്സിലായ? പിന്നെ ഞാൻ റെഡി. നീ വീണ്ടും നീ എന്റെ വണ്ടി കയറിയാ, വീണ്ടും നീ എന്റെ വണ്ടി കയറിയാ. അതറിയാണ്ട് കൈ അറിയാണ്ടൊക്കെ അപ്പൊ ഞാൻ പോയിട്ട് വരാം, കുറച്ച് പണിയുണ്ടേ. വണ്ടിയിലെ സൈഡിലേക്ക് ഇരുന്ന പ്രശ്നം.